ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വളരെ കൃത്യമായി കേരള പോലീസ് നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലേ? കാരണം ഇത്ര പ്രകോപനപരമായി ഒരു വിദേശ വനിതയോട് കയർക്കുന്ന ഒരു മനുഷ്യൻ അവിടെ കുമളിയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തി എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. വളരെ കൃത്യമായ നിരീക്ഷണം അയാളുടെ മേൽ ഉണ്ടാവണം. അത്തരത്തിൽ ഉള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ലേ? കാരണം ഈ കുമളി, ഈരാറ്റുപേട്ട, വാഗമൺ എന്നീ പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് IS-ന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന്, ഭാരതത്തിന്റെ സുരക്ഷിതത്വത്തിന് ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? ഞാൻ അതിന്റെ മറുപടി പറയാനും ഒരു വാചകം എന്ന് പറഞ്ഞിട്ട്, ഈ വഖഫ് ആക്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന ഒരു ആക്ട് അല്ലത്. 1913 ബ്രിട്ടീഷുകാരാണ് ആദ്യമായിട്ട് വഖഫ് ആക്ട് കൊണ്ടുവരുന്നത്. അത് 54 കോൺഗ്രസ് അമെന്റ് ചെയ്തു, അത് സാധൂകരിച്ചു. 95 2013 അമെന്റ്മെന്റ് വിടും, അതൊക്കെ കോൺഗ്രസ് ആണ്. വഖഫ് ആക്ട് നിലയിൽ വരുന്ന 1913 പിന്നെ ഹിന്ദു തീവ്രവാദം അദ്ദേഹം പറഞ്ഞ ശരിയാണ്, CA-യുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ 2003 ബിൽക്കിസ് ബാനു കേസ് നമുക്കറിയാം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. 21 പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്. പ്രിയപ്പെട്ട 21 പേര് ഹിന്ദുക്കളാണ്. അതൊരു വർഗീയ ലഹളയായിരുന്നു. അപ്പൊ മുസ്ലിം തീവ്രവാദത്തെ പോലെ തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നാ പറഞ്ഞത്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഗുജറാത്ത് ഞാൻ പറയട്ടെ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ IS-ന്റെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാണ് സാർ ചർച്ച വഴിമാറ്റി വിടുന്നത്? ഞാൻ പറയട്ടെ, കേരള പോലീസ് നടപടിയെടുക്കേണ്ട കാര്യമല്ലേ? ഒരു കാര്യം ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി അറിയിക്കല്ലേ ഞങ്ങള്. ബാക്കിയുള്ളവർ സംസാരിക്കുമ്പോ എല്ലാം പറയാം, ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് മാത്രം അങ്ങനെ മറുപടി പറയാൻ പറ്റത്തില്ല. 2003 കാര്യം ഞാൻ പറയട്ടെ, ഞാൻ 2003 കാര്യമാണ് പറഞ്ഞത്. 2003 ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത് നിരവധി കൊന്നപ്പം അത് ഹിന്ദു വർഗീയതയായിരുന്നു, ഹിന്ദു തീവ്രവാദമായിരുന്നു. അപ്പൊ ഹിന്ദു തീവ്രവാദം ഇന്ത്യയിൽ നിരവധിയുണ്ട്. 2006 മെലഗോൺ സ്ഫോടനം, 2007 മെക്ക മസ്ജിദ് സ്ഫോടനം, അതുപോലെ തന്നെ സംജോത എക്സ്പ്രസ് സ്ഫോടനം, എത്രയോ ഹിന്ദു തീവ്രവാദങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദു തീവ്രവാദം ഇന്ത്യയിലുണ്ട്, മുസ്ലിം തീവ്രവാദം ഉണ്ട്, അങ്ങനെ തർക്കിക്കുന്നില്ല. എന്തിന് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത് മുസ്ലിം തീവ്രവാദ? ഇപ്പൊ ഇന്നലെ ബലൂചിസ്ഥാനിൽ 30 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, മുസ്ലിം തീവ്രവാദികൾ തന്നെയാണ്. അപ്പൊ തീവ്രവാദം ഇല്ലെന്ന് പറയേണ്ട, എല്ലാ തീവ്രവാദവും ഉണ്ട്. പിന്നെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, എന്റെ വ്യക്തമായ നിലപാട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിദേശിയോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ്. കൊച്ചു കേസല്ല, ജാമ്യം പോലും കിട്ടാതെ ജീവിതകാലം മൊത്തം ജയിൽ കിടക്കത്തക്ക കേസാണത്. രാജ്യദ്രോഹം ഇന്ത്യയോട് കാണിച്ചിരിക്കുന്ന ദ്രോഹമാണ്. ഇന്ത്യയിൽ ഒരു വിദേശത്തെ ഒരു തരാനോട് കാണിക്കുന്ന തെറ്റ്. ആ അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. എത്തിയതിൽ വളരെയധികം സന്തോഷം.